അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പിരിസത്തോ സ്നേഹിതന്മാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോമിനീങ്ങളെ, ഞങ്ങ പ്രവേശിച്ചതായ തിങ്കൾ ചെന്നെങ്കിൽ റമദാനായിട്ട് റമദാൻ്റെ യാറത്തെ നാളെല്ലാം കഴിഞ്ഞു പോയിട്ട് ഏനെ ഞങ്ങൾക്ക് ഉള്ളത് അവസാനത്തെ 10 ചൊല്ലുമ്പോൾ വലിയ പോരിശാക്കപ്പെട്ട 10 ഖുർആൻ അവതീർണമായ പോലത്തെ 10, അതായത് ലൈലത്തുൽ ഖദ്റുള്ള 10. ലൈലത്തുൽ ഖദ്ർ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്റിലേക്ക് ഞങ്ങൾ ഖുർആൻ അവതീർണാക്കിയത്. ലൈലത്തുൽ ഖദ്ർ ചെന്നവൻ എനിക്ക് എന്തിനു കൊന്തു? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 തിങ്കളുടെ കാലം ശ്രേഷ്ഠമായ ഒരു ജാവ്, ഖുർആൻ അവതീർണായ ജാവ്. അത് എത്ര ശ്രേഷ്ഠത്വമുണ്ട്! 1000 തിങ്കളിനെ ആക്കി അമലുടെ കൂലി ഒരു ജാവു അമലാക്കി കിട്ടും. സുബ്ഹാനല്ലാഹ്, എത്ര ഒരു വലിയ മഹത്വമേന നാളല്ലേ സുബ്ഹാനല്ലാഹ്. ആ അവസാനത്തെ 10 നിങ്ങൾ 21, 23, 25, 27, അതേപോലെ 29, ഈ 5 നാളിൽ നിങ്ങൾ തേടൊരു യുത്തമിസൂ ചെന്ന് വിശ്വാസം ചേർത്ത് നിങ്ങൾ തേടൊരു പ്രത്യേക അവസാന 10 വിശ്വാസം ഇത്തിക്കാഫ് ദിച്ചോടിന്ത്. ഇത്തിക്കാഫ് ദയിക്കുമ്പോൾ ആ ഇത്തിക്കാഫ് ചെല്ലത് ഒരു പുണ്യകർമ്മ ഇത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമദാനിലും അവസാനത്തെ 10 ഇത്തിക്കാഫ് ദിച്ചു. റമദാനിൽ ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പാട്ടിയോണ്ട്. അപ്പൊ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹിയൽ ലൈൽ വൈകല അഹ്ലഹു. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അവസാനത്തെ ജാവർ അവസാനത്തെ 10 ഉപയോഗമാക്കിക്കൊണ്ടിരുന്നത്? അഹിയൽ ലൈൽ, ജാവത്ത് ഹയാത്താക്കിക്കൊണ്ടിരുന്നത്, കുടുംബത്തെ ഒന്നിക്കൊണ്ടിരുന്നത്. അതുമല്ലാണ്ട് നടുറ മുറുക്കി കെട്ടിത്ത് ആ ഇബാദത്ത് പ്രിപ്പറേഷൻ നടത്തിയോണിത്, റെഡി ആയോണിത്. സ്വന്തം മാത്രമല്ല കുടുംബത്തങ്ങളെയും ഒണിച്ചോണിത്. എന്ത് അവസാനത്തെ 10 ശ്രേഷ്ഠത്തെ ഈത്തിക്കാഫ് ദീക്കുക വേണം. ഈത്തിക്കാഫുക്ക് വലിയ മഹത്വമുണ്ട്. പള്ളിയിലായിത്തിക്കണ ഈത്തിക്കാഫ് ഔത്തുൽ ഒരു നിസ്കരിക്കുക വേണമായിട്ട് റൂൾ ഫിക്സ് ആക്കി അവിടെ ഈത്തിക്കാഫ് ആവില്ലേ? ഏറ്റവും അഫ്ളലായത് ജുമാ നിസ്കരിക്കുന്നതായ പള്ളി ഉണ്ടല്ലേ, ആ പള്ളിയിലായിത്തിക്കണു ഇത്തിക്കാഫ്. ജസ്റ്റ് നിസ്കരിച്ചിട്ട് പണ്ടേ പോലല്ല, ആൺ പള്ളിയിലല്ല, ജമാഅത്ത് പള്ളിയിൽ. ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് പുറത്ത് പോകില്ല. ഈത്തിക്കാഫ് വെച്ചെങ്ങനെ പുറത്ത് നീയത്ത് വെച്ച് ഞങ്ങൾ പള്ളിക്ക് പോകണ്ട. 10 നാൾ എത്ര നാൾ നീയത്ത് വീക്കറ? 10 നാളത്തെ നീയത്ത് വെച്ച് ഞങ്ങൾ പള്ളിക്ക് എൻ്റർ ആയെങ്കിൽ അത്യാവശ്യമായ ടോയ്ലറ്റ് പോലത്തെ ഇങ്ങനത്തെ കാര്യത്തിലല്ലാണ്ട് പള്ളിയിൽ നിന്ന് പുറത്തായിട്ട് പോകില്ല. ആ ഇബാദത്തിൽ ഞങ്ങൾ അവസാനത്തെ 10 ആ ഇബാദത്ത് എടുക്കുക വേണമായിട്ട് തയ്യാറായെങ്കിൽ വലിയ പുണ്യം കിട്ടും അള്ളാഹുവിന് മുട്ട. അപ്പം ആ ലൈലത്തുൽ ഖദ്ർ ഇനി ഈത്തിക്കാഫ് ദയിക്കുക ആവില്ലെങ്കിൽ, കുറേ ആൾമാർക്ക് ഈത്തിക്കാഫ് ദയിക്കുക ആവില്ലാണ്ടെങ്കിൽ അങ്ങ് അറ്റ്ലീസ്റ്റ് ജാവത്തെങ്കിലും ഹയാത്താക്കുക. ഹയ്യല്ലേ നബി സാഹിബ് ചെന്നില്ലേ, ജാവുരെ ഹയാത്താക്കിക്കൊണ്ട് ഇന്ത് നബി. ഇത് അവസാനത്തെ 10 ബണ്ട് വിറക് പോകേണ്ട പോലത്തെ ഈത്തിക്കാഫിൽ ഞങ്ങൾ ദച്ചെങ്കിൽ, അല്ലെങ്കിൽ ദച്ചെങ്കും ദച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിറക് പോകേണ്ട പോലത്തെ ലൈലത്തുൽ ഖദ്ർ എന്ന ആ ജാവ് എന്തിനെ ദ്വാരക്കൊണു? ലൈലത്തുൽ ഖദ്ർ ജാവ് 2 ദ്വാരക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പാടി കൊടുത്തത് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീന് മാഫ് തണ്ടവನು, നീൻ മാഫ് തണ്ടത് ഇഷ്ടപ്പെട്ട് എനിക്ക് നീൻ മാഫ് താ റബ്ബേ ചെല്ലോ ഒരു ദുആ. ഇത് ഞങ്ങൾ യാറ് ദ്വാരക്കോ ലൈലത്തുൽ ഖദ്ർ ആവുക ಚಾನ್ಸ್ ಇಲ್ಲ ಆ ಜಾವು
അതേ തിക്റ് നബിയിൽ നിന്ന് വന്നതായ പ്രത്യേക ദുആ. ബാക്കി ഞങ്ങൾക്ക് എത്ര വേണമെന്നും സ്വന്തത്തും സമുദായത്തും ഉമ്മക്കും മക്കക്കും എത്ര വേണം ദ്വാരക്കാം. ഖുർആൻ ഓത, പള്ളിയിൽ പോയിട്ട് ഉറങ്ങുകൊള്ളതല്ല ഇത്തിക്കാഫ്. ഉറങ്ങോട് എന്ത് കൊറിയ നേരം ഉറങ്ങില്ല ജീവിക്കാൻ സാധ്യതയില്ല. ഇടീ ജാവ് ഉറങ്ങുറല്ല, ജാവർ ഹയാത്താക്കണു, ജാവർ ഹയാത്താക്കുക നബിച്ച പണിപ്പാട് നബിരെ പ്രവർത്തിയതൈത്തിക്കറ്. ഞങ്ങൾ പ്രത്യേകമായിട്ട് പള്ളിയിൽ പോയിട്ട് നയിക്കറോ, പള്ളിയിൽ ഖുർആൻ ഓതറോ, പള്ളിയിൽ ക്ലാസ് ആക്കറോ, പള്ളിയിൽ ദിക്റ് ചൊല്ലോ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫുള്ള് പള്ളിയുമായിട്ട് കണക്ഷൻ, പള്ളിയിൽ ദയിക്കറോ പോയിട്ട് ഇത്തിക്കാഫ്. ആ ഒരു പുണ്യത്തെ ഞങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ അതിന് പ്രതിഫലം നാളെ കിട്ടുമ്പോഴത്തേനും ഗൊന്താവും എത്ര പ്രതിഫലം ഉണ്ടു ചെന്നിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആബിസിയ പ്രത്യേകമായിട്ട് ഖിയാലാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ചെന്ന ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഞങ്ങൾ ഈ ഖുർആന്റെ ബർക്കത്തുള്ള ജാവ് അവതീർണാക്കിയ. ബർക്കത്തുള്ള ജാവ് ചെന്നെങ്കിൽ ശഅബാൻ പോലും ചെല്ല, റമളാന്റെ ലൈലത്തുൽ ഖദ്ർ ജാവൈറ്റിക്കറ് കൊറിയാൾമാർ ഷാബാൻ പോനഞ്ചിക്ക് ഫിക്സ് ആക്കിയാറ് ബറാത്ത് ജാവ് ചെന്നിട്ട്. അതല്ല, അത് റോങ് ആയിട്ടിക്കറ്, തപ്പായിട്ടിക്കറ്. ഇസ്ലാം വഴിപാട്ടോ ബർക്കത്തുള്ള ജാവ് ഖുർആൻ അവതീർണായ ജാവ് അത് ലൈലത്തുൽ ഖദ്ർ ആയിട്ടിക്കറ്. 1000 തിങ്കളിലെക്കാളും ശ്രേഷ്ഠമായ നാള് ജാവു ചെന്നിട്ട്. അപ്പം അത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അർത്ഥാക്കണം, മനസ്സിലാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ ഇൽതമിസൂഹാ ഫീ കുല്ലി വിത്ർ. നിങ്ങൾ ആ ഒരു ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ അവസാനത്തെ 10 തേടൊരു, വിത്റായിട്ട് തേടൊരു. അപ്പം ഞാൻ ചെന്നതുപോലെ വിത്ര എങ്ങനെ. അപ്പം അത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഞങ്ങളെ ഈ അമൽ കൊണ്ടിട്ട് ഞങ്ങൾ ദോഷം മാഫാവും. ഒരു റമളാൻ കഴിഞ്ഞിട്ട് ഇനി റമളാൻ വരുമ്പോൾ, ഒരു റമളാൻ തീർന്ന് റമളാൻ വരുമ്പോൾ അതിൽ ഇടയിലാക്കിയതായ ദോഷത്തിന് റമളാൻ കഫാറത്തായി തിക്കറ്, മാഫായി തിക്കറ് മോമിനിങ്ങളെ. അതുകൊണ്ട് നിങ്ങളെ അമലി അങ്ങനെ ആവണം. കൊറിയ ബാല്യക്കാരെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള റോഡ് ചെത്തിയുള്ള അവിടെ റമളാൻ്റെ പോലീസാക്കപ്പെട്ട് ചാവും. പോലീസാക്കപ്പെട്ട നാള് ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഫുട്ബോൾ ഗ്രൗണ്ടിലും മാർക്കറ്റിലും സ്ട്രീറ്റിലും അവിടെയും ഇവിടെയും ചുറ്റിയോണ്ടും കളിച്ചോണ്ടും വേറെ വേറെ അനഗത്യമായ ചട്ടുവട്ടിക്കൽ ഏർപ്പെട്ടുകൊണ്ടുള്ളാറ്. ബാല്യക്കാരെ നിങ്ങൾ അർത്ഥാക്കുറോ, നിങ്ങൾക്ക് വന്നിട്ടുള്ള തിങ്കൾ റമളാനായിട്ടിക്കറിയത്. ഈ റമളാന്റെ നിങ്ങൾ വേസ്റ്റ് ആക്കിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ, മൻ അദ്റക റമളാൻ, ആർക്കെങ്കിലും ഒരാൾക്ക് റമളാൻ കിട്ടിത്തി എന്നിട്ടും അവന്റെ ദോഷ മാഫാക്കപ്പെട്ടില്ല, അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരായി പോട്ടു. ചെന്ന് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർക്ക് വത്തിയപ്പ ദുആർന്നപ്പ ജിബ്രീൽ അല്ലാഹുവിന്റെ നബി ആമീൻ 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 3 ചെന്ന് ആമീൻ്റെ ഒന്നതായിട്ടിക്ക്. ആ ആമീൻ ചെന്നത് എന്ത്, റമളാൻ കിട്ടുന്നവന്റെ ദോഷം മാഫാക്കപ്പെട്ടില്ല എന്നെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ദൂരായി പോട്ടു, റഹ്മത്തിലും ദൂരായി പോട്ടു. ജിബ്രീൽ ദുആർന്നത് നബി ആമീൻ ചെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബാല്യക്കാരെ അത് റമളാന്റെ വേസ്റ്റാക്കണങ്ങളെ, റമളാനിനെ ഉപയോഗപ്പെടുത്താത്തങ്ങളെ നിങ്ങളെ അവസ്ഥ എന്തിനായിട്ടിക്കുന്ന ആഖിറത്തില് പരലോകത്തിന് എന്തിനായിട്ടിക്കൂ. അതുകൊണ്ടു റമളാൻ എന്ന ഈ പുണ്യത്തെ പൂക്കാലായി തിങ്കൾ തീരുമ്പോ നാളെ ഉമ്മ പെത്ത കിടാവ് എങ്ങനെക്കിറ പെത്തപ്പമേ പാപ ഇല്ലാത്ത പോലെ അതുപോലെ ആയിത്തിക്കൊണ്ട് ഞങ്ങൾ റമളാൻ വിദായ ചെല്ലേണ്ടത്. അങ്ങനത്തെ മുത്തഖിമാരൊട്ട് അല്ലാഹു നിങ്ങളെ സേർപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഈമാനോട് കൂടെ പ്രതിഫലാപേക്ഷയോട് കൂടെ നോമ്പെടുത്തെങ്കിൽ റമളാനിൽ അവന്റെ ദോഷ കഴിഞ്ഞത് മാഫാവൂ, ചെറിയ ചെറിയ ദോഷ. അതേപോലെ നബി ചെന്ത് ഒമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും റമളാനിൽ നിണ്ടെത്ത് ജാവ് നിസ്കരിച്ചെങ്കിൽ ഈമാനോട് കൂടെ പ്രതിഫലാപേക്ഷയോട് കൂടെ അവന്റെ കഴിഞ്ഞുപോയ ദോഷം മാഫാവൂ. അതേപോലെ ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ 2 ജാവ് നിണ്ടെത്ത് നിസ്കരിച്ചെങ്കിൽ അവന്റെ നിസ്കാരം അവന്റെ പാപദോഷത്തെ അല്ലാഹു മാഫാക്കി കൊടുക്കുക. അതേപോലെ ആരെങ്കിലും ഇമാമു നിസ്കാരത്തിൽ സലാം വീട്ടോടത്തോളം ഇമാമിനൊട്ടുകു നിസ്കരിച്ചെങ്കിൽ ജമാഅത്തായി നിസ്കരിച്ചെങ്കിൽ കുതിബ ലഹു ഖിയാമുൽ ലൈൽ അവനക്ക് ജാവിടി നിസ്കരിച്ച കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്.
അതൈത്ത് റമദാന്റെ പൊരിശ. ആ റമദാന്റെ പൊരിശ അറിഞ്ഞിട്ട് എല്ലാവരും ബാല്യക്കാരും ചെറിയ ഈ റമദാൻ തീരെ മുന്നോളൂ പുണ്യത്തിൽ മുങ്ങോക. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.